ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ MC നിൽക്കുന്ന കളിച്ചു വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേറൊന്നുമില്ല, നമ്മൾ ഷിൻചാനും മിൻചാനും കൂട്ടിയിട്ട് കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതായത് എൻ്റെ പഴയ സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ മാത്രമല്ല, അവിടെ രാജുവും സുരേഷിനെയും കൊണ്ടുപോകണം കേസ്. പക്ഷെ നമുക്ക് ഈ കാറിൽ പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ് എടുക്കണം കേസ്. അപ്പോൾ നമുക്ക് ഷിൻചാനും മിൻചാനോട് വണ്ടി കയറാൻ പറയാം. ആ ഷിൻചാനും മിൻചാനും എന്തായാലും വണ്ടി കയറി. എന്നാ ഞങ്ങൾ വിട്ടേക്ക്. അല്ല, ഇങ്ങോട്ടാണ് ഇപ്പം പോകേണ്ടത്. എങ്ങോട്ടാണ് സാധാരണ അങ്ങോട്ടന്നെ പോകുന്നത്. അപ്പോൾ കേസ് നമ്മളത് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്കാണ് കേസ്. കാരണം നമ്മളൊരു ബസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ്. അപ്പോൾ നമ്മൾ ആ ബസ് എടുക്കണം. എന്നിട്ട് ആ ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും ലൈക്ക് അടിക്ക്, ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അങ്ങ് വെളുപ്പിച്ചേക്ക്. ഓക്കെ. അപ്പോൾ അയ്യോ കേസ്, നമ്മൾക്ക് അറിയാണ്ട് ഒരു പണി കിട്ടി. അതെന്തിലാവട്ടെ, നമുക്കപ്പോൾ നൈസായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. അത്യാവശ്യം ദൂരമൊന്നുമില്ല. ഇവരുടെ സ്കൂളിൻ്റെ അടുത്ത് മറ്റേ നേരെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അവിടെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് കേസ്. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തി നോക്കി നോക്കാം കേസ്, ബസ് ഉണ്ടോയെന്നും നോക്കി നോക്കാം കേസ്. അങ്ങനെയാണെങ്കിൽ ബസ് ഉണ്ടായി കൊള്ളായിരുന്നില്ല. നോക്കി നോക്കാം കേസ്. അവിടെ ഒരു ബസ് കാണുന്നുണ്ട് കേസ്. ഇതാ തോന്നുന്നു കേസ്, നമ്മൾ പർച്ചേസ് ചെയ്ത ബസ്. നമുക്ക് നോക്കി നോക്കാം കേസ്. ഇത് തന്നെ പർച്ചേസ് ചെയ്ത ബസ്. പർച്ചേസ് ചെയ്ത ബസ്സൊക്കെ നമുക്ക് കിട്ടി കേസ്. അപ്പോൾ കേസ്, നമ്മളങ്ങനെ ഈ ബസ്സൊക്കെ എടുക്കാം കേസ്. ഷിൻചാനും മിൻചാനോട് വണ്ടി കയറാൻ പറയാം. ഞങ്ങൾ വന്നു. വന്നു അപ്പോൾ ഈ ഇതിലാട്ടെ. അപ്പോൾ കേസ്, നമുക്കന്നേരം വണ്ടി കയറാം കേസ്. ഷിൻചാനും മിൻചാനും വണ്ടി കയറിക്കോ. അണ്ണ വേഗം വിട് വണ്ടി. ഇത് ബസ്സാണ്, അല്ലാണ്ട് റോക്കറ്റല്ല വേഗം പോവാൻ. അത് ശരിയാണല്ലോ. എന്തെങ്കിലും ആവട്ടെ. അണ്ണ വേഗം പോ. ഞങ്ങൾക്ക് അണ്ണനെ പഴയ സിറ്റി ഒന്ന് കാണണമായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവുമോ? നമുക്ക് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടായിട്ട് പോയാൽ പോരെ? എന്നാൽ ആരെ കൂട്ടുന്നത്? രാജുവിനെയും സുരേഷിനെയും. അപ്പോൾ കേസ്, നമുക്ക് രാജുവിനെയും സുരേഷിനെയും കൂട്ടണം കേസ്. ഇത് രാജുവിൻ്റെ വീടാണ് കേട്ടോ. വേറൊരു വീടും കൂടെ ഉണ്ട്, അതാണ് ഫൈനൽ വീട്. അപ്പോൾ കേസ്, രാജു ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അവരോട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കേസ്, നമുക്കപ്പോൾ ഇല്ലേ ഒരു കാര്യം ചെയ്യാം കേസ്, ഒരു രാജുവിനെ വിളിക്കാം കേസ്. രാജു മിക്കവാറും വീട്ടിലുണ്ടാവും. രാജു വരണു. ഇതെന്താ, ഞാൻ പുതിയ ബസ്സൊക്കെ മേടിച്ചോ? പിന്നെ അല്ലാണ്ട് നീ ആയതുകൊണ്ട് എനിക്ക് പേടി. അതെന്തിനാ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. നമുക്കപ്പോൾ ബസ്സിൽ കയറി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇത് ടൂറിസ്റ്റ് ബസ് പോലെ ഉണ്ടല്ലോ. അത് കണ്ടില്ലേ, വെളുത്തിട്ട്. അതെ, ഞങ്ങളൊന്നൊരു ടൂറ് പോകാൻ പോവാ. ടൂറ് പോകാൻ പോവോ? എന്നെയും കൂടെ വിളിക്കണ്ടടാ. നീ അതിന് വരണ്ടേ? എന്തെങ്കിലും ആവട്ടെ, ഞാനെന്തായാലും പോട്ടെ. ഞാനുണ്ട്. നമ്മൾ മൂന്ന് പേര് ശരിയാവില്ലേ? 3 പേര്. നമ്മളും നീ മാത്രമല്ലേ ഉള്ളൂ? അല്ല, ഷിൻചാനും പിൻചാനും ഉണ്ട്. ഇവർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അണ്ണത് ബാക്കിലത്തെ സീറ്റിൽ നമ്മളുണ്ട്. കോപ്പ്, ഞാൻ പിടിക്കേണ്ട സീറ്റായിരുന്നു, അവന്മാർ പിടിച്ചു. എന്തിനാട്ടെ കേസ്. അപ്പോൾ നമ്മൾ നേരെ സുരേഷിനെ കൂട്ടി ചെയ്തിട്ടുണ്ട്. സുരേഷിനെയും കൂട്ടണം. അതൊന്നും പരിപാടി. നീ വേണമെങ്കിൽ വന്നോ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ. എന്നാൽ പോകും. വേണ്ടട്ടാ. ഞാനെന്തായാലും സുരേഷിനെ വിളിച്ചിട്ടാണ്. നിങ്ങൾ വണ്ടിക്കകത്ത് തന്നെ കയറിയിരുന്നു. ഇറങ്ങി വരണ്ട. ശരി. നീ തൽക്കാലം സുരേഷിനെ വിളിച്ചിട്ട് വാ. ഞാൻ വന്നോളാം. അല്ല പിന്നെ. അപ്പോൾ കേസ്, നമ്മൾ സുരേഷിനെ വിളിച്ചിട്ടുണ്ട്. എന്താടാ, നീ രാവിലെ തന്നെ വന്നോ? അതെ, വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നീ എന്താ പുതിയ ബസ്സൊക്കെ മേടിച്ചോ? കൊള്ളാലോ. അല്ലേ, എങ്ങോട്ട് ടൂർ പോകുന്നത്? എൻ്റെ പഴയ സ്ഥലത്തേക്ക്. ഞാനുണ്ടെന്ന്. എനിക്ക് എൻ്റെ പഴയ സ്ഥലത്ത് കാണണമായിരുന്നു. നീ പഴയ സ്ഥലമൊക്കെ മേടിച്ചല്ലേ? അതൊക്കെ മേടിച്ച് ഇതൊക്കെ വണ്ടി കയറി. ഞാൻ കയറി. നീ വിട്ടേക്ക്. അപ്പോൾ കേസ്, നമ്മളിന്ന് കുറച്ച് നേരമായിട്ടുള്ള യാത്ര കഴിഞ്ഞാലാണ് അവിടേക്ക് എത്തുള്ളൂ കേസ്. കാരണം ഭയങ്കര ദൂരത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേസ്. അപ്പോൾ കേസ്, നമുക്ക് ഇതിൽ കൂടെ അല്ലേ വളയ്ക്കേണ്ടത്. ഇതിൽ കൂടെ പോയിട്ട് നേരെ പോയിട്ട് വളവുണ്ടായി. നേരെ പോയി കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ സൈറ്റില്ലേ, അവിടെ അടുത്ത് ഒരു നേരത്തിന് വഴി ഉണ്ടാവില്ല, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ കേസ്, അപ്പോൾ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടികളൊക്കെ ഉണ്ടോ? വണ്ടികളൊക്കെ ഉണ്ടെന്നോ? പിന്നെ രണ്ട് വണ്ടികളും ഒരു ബൈക്കും ഉണ്ട്. ഞങ്ങൾക്കൊന്ന് കാണാമായിരുന്നു. സൈക്കിളുണ്ടോ? സൈക്കിളോ? നീ എന്തൊക്കെയാണോ പറയണേ? അല്ല, ചോദിച്ചതാണ്. നിൻ്റെ ഒരു ചോദിക്കൽ കുറച്ച് കൂടിപ്പോയി. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും നൈസായിട്ട് കയറിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, അവിടെ എത്തുന്നവരെ എല്ലാവരും ലൈക്ക് അടിക്ക്, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് നേരം യാത്ര ചെയ്യേണ്ടി വരും. കാരണം
അത്രയും ദൂരത്തേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഒരു പാലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീടൊക്കെ വരുന്നത്. എന്തിനാണ്. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ എൻ്റെ പഴയ വീടിനകത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്. നിങ്ങൾക്ക് ആ ബ്ലൂ ഗാരേജിൻ്റെ അടുത്തൊരു ബ്ലൂ വീട് കാണുന്നില്ലേ, അതാണ് എൻ്റെ വീട്. അണ്ണനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു രസമില്ല. അതെനിക്ക് തോന്നും. നീ ഇതിനകത്ത് പോയി നോക്ക്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. എന്തായാലും വണ്ടി കയറും. സുരേഷ്, രാജു, ഷിൻചൻ, പിൻസൻ വണ്ടി ഇറങ്ങിക്കോ. ഓക്കെ, എല്ലാവരും ഇവിടെ നിന്ന് വണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു വണ്ടിയാണ്. അതേത് വണ്ടി? ഇവിടെ ഉണ്ട്, എൻ്റെ പ്രോപ്പ് ഇരിക്കുന്നുണ്ട്, അതിനെ വെച്ചതാണ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി ഗൈസ്. എന്ത് രസമല്ലടാ ഷിൻചനെ ഈ വണ്ടി കാണാൻ. അണ്ണാ ട്രാക്ടറോ? ഇതൊക്കെ എന്തിനാണ് കൊണ്ടുനടക്കുന്നത്? പിന്നെ എനിക്ക് എൻ്റെ പഴയ വണ്ടിയാണ് പിന്നെ ഇതാണ് എൻ്റെ ബൈക്ക്. നൈസ് ബൈക്കാണ് ഞാൻ. എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാനതിൽ ബൈക്ക് ഓടിക്കാൻ ഞാനും കയറുന്നുണ്ട്. അല്ല നീ എന്തിനാ? ഒരു രസം. ഇറങ്ങിക്കോ. എൻ്റെ ബൈക്കിന് നീ തൊട്ടു പോകരുത്. എന്താ അണ്ണാ നീലാട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഉമ്മണിയാണ്. അപ്പം ഇതാണ് എൻ്റെ ഉമ്മണി. എടാ ഇതെന്താ നിൻ്റെ കിഡ്നാപ്പറായിരുന്നല്ലേ? കള്ളക്കടത്തൊന്നുമില്ല, ജസ്റ്റ് ഈ വണ്ടി ഓടിച്ച് കടങ്ങി നടക്കും. ഏകദേശം ഷോപ്പിംഗ് കാർട്ട് പോലെ ഞാനിത് ഉപയോഗിക്കുന്നത്. എടാ ഞങ്ങൾക്ക് ഈ വണ്ടിക്കകത്ത് കയറി ഇരിക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്താ ചോദ്യ? വണ്ടിക്കകത്ത് കയറി ഇരുന്നോ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വണ്ടി നിർമ്മിച്ചത്. കൊള്ളാം. എടാ ഈ വണ്ടിക്കകത്ത് ഇൻറ്റീരിയറൊക്കെ കൊള്ളാമല്ലേ? ഞാൻ ആദ്യമായിട്ട് ഒരു ഓമണി കാണുന്നുള്ളൂ. ഇവിടെ മാത്രം അധികം ഓമണി ഉണ്ടാവില്ല. നമ്മുടെ മറ്റേ സിറ്റിയിലാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ അധികം ഓമണിയും കാണില്ല, ഇവിടെ അധികം ഓമണിയും കാണില്ല. അതെന്താ? ഇവിടെ കള്ളക്കടത്ത് കുറവാടാ. പക്ഷെ ഞാൻ കള്ളക്കടത്ത് കൂട്ടും. പിന്നെ ഇതാണ് വീടുകൾ. ഈ പറയണ്ട, ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്തിനാടാ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്? അത് നീ ഒന്നും പറയണ്ട്, ഞങ്ങൾക്ക് സ്ഥലം കാണിച്ചായോ? അപ്പം അതാണ് കുളം. കുളമോ? അത് ബീച്ചല്ലേ? ബീച്ചിൻ്റെ അവിടെ മണഞ്ഞ വേണത്. അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കൊള്ളാമെന്ന് പറയാറ്. ഇപ്പോഴോ നീ ഇവിടെ വന്ന് കൊളാക്കേണ്ടിരുന്ന കൊള്ളാം. ഏസി സുരേഷിനുണ്ടോ? ശരി ശല്യമല്ലോ. ആടാ എനിക്ക് ശല്യം തന്നെ. അതെനിക്ക് പണ്ടേ അറിയാം. നീ ഒരുമാതിരി മറ്റോട് തൊല്ലടി കാണിക്കല്ലേ. അപ്പോൾ ഇതിവിടെ കുറേ കാടും അയ്യോ എൻ്റെ അമ്മച്ചി. അല്ലാണ്ട് നീ വണ്ടി ഒന്നും യൂസ് ചെയ്യാറില്ലേ? പിന്നെ അല്ലാണ്ട് യൂസ് ചെയ്യാറുണ്ടെന്നോ? ഞാനെപ്പോഴും ഒരു മെഷീന് എനിക്ക് എടുക്കാൻ തരും. ആ മെഷീൻ കംപ്ലീറ്റ് ആക്കണം. ഞാൻ ഈ വണ്ടിയൊക്കെ കൊണ്ട് നടക്കും. എനിക്ക് സ്വന്തമായിട്ട് കാറൊന്നുമില്ലല്ലോ. അതാണോ നീ ഈ വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്നത്? എന്നാൽ ഈ ഒമ്മണിക്ക് എന്താ വ്യത്യാസം? ഒരു സാധാരണ കാറ്, അത്രേ ഉള്ളൂ. എടാ നീ എന്തൊക്കെയാ പറയുന്നത്? അത് എനിക്ക് വഴിയെ മനസ്സിലായിക്കോളും ഈ കാറിന് യഥാർത്ഥ പവർ എന്താകും. ഉവ്വ അയ്യോ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ പറ്റുന്നത്? എൻ്റെ കരുനാക്ക് വളച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു നിൻ്റെ കരുനാക്ക് എന്നെ വളച്ചത്. എടാ നീ മിണ്ടാണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കാണിച്ചത്. എല്ലാ സ്ഥലവും നാളെ കാണിച്ചില്ല. ഇപ്പം സുഖമില്ല. സുഖിന് സുഖമില്ല. അയ്യോ എൻ്റെ അമ്മ. അയ്യോ ഗൈസ്, നമ്മുടെ പുതിയ ബസ്. അയ്യോ ഗൈസ്, എൻ്റെ ബസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. അപ്പോൾ ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യും ഗൈസ്, ആ ബസ് അവിടെ നിന്ന് മാറ്റണം ഗൈസ് നാളെ. അപ്പോൾ ഗൈസ് ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ കാണാം. ഗുഡ് ബൈ.